ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ ജയകുമാർ സാർ, എൻ്റെ ഇഷ്ട സംവിധായകരിൽ ഒരാളായ ജയരാജ് സാർ, അകലെ നിന്ന് മാത്രം സൂര്യനെ നമ്മളെപ്പോഴും അകലെ നിന്നേ കാണാറുള്ളൂ, അകലെ നിന്ന് മാത്രം നോക്കിക്കണ്ടിട്ടുള്ള ഒരു ആരാധനയോട് നോക്കിയിട്ടുള്ള കൃഷ്ണമൂർത്തി സാർ, പുതുമുഖ പ്രതിഭയായ ഷെറിൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ഷിറാസ് ഖാൻ, പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സിനിമയുടെ അല്ലെങ്കിൽ ലോക സിനിമയുടെ ഒരു വിസ്മയമായ സത്യജിത് റായിയുടെ 150ാം ജന്മദിനത്തിൽ ഇങ്ങനെയൊരു സദസ്സിനെ അഭിസംബോധന ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ചലച്ചിത്ര രംഗത്ത് നമ്മൾ സത്യജിത് റായി പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ചലച്ചിത്ര വിസ്മയം എന്ന് പറയുന്നത് അദ്ദേഹം സിനിമയുടെ മുഖച്ഛായ മാറ്റിയ വിപ്ലവകാരി എന്നതുകൊണ്ടാണ്. വിപ്ലവം എന്നുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? സഡൻ ചേഞ്ച് വരുമ്പോഴാണ് അത് വിപ്ലവമായിട്ട് മാറുന്നത്. സിനിമയിലെ ഒരു സഡൻ ചേഞ്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ അദ്ദേഹം കാണിച്ചു തന്നത്. നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അദ്ദേഹം ദൃശ്യഭാഷയിൽ കവിത എഴുതിയ ദാർശനികനായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ സിനിമ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. കാരണം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ നമുക്ക് പറ്റുന്നത് സത്യജിത് റായിയുടെ ഫ്രെയിമുകൾ നോക്കുമ്പോഴാണ്. അത് ഏകാന്തതയായാലും മറ്റ് എന്താ പറയാ പ്രകൃതിയുടെ സമരസപ്പെടലായാലും ഒക്കെ നമുക്ക് കാണുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വിഖ്യാത സംവിധായകൻ കുറുസോവ് പറഞ്ഞത്, നിങ്ങൾ സത്യജിത് റായിയുടെ സിനിമ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഭൂമിയിൽ സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ജീവിക്കുന്നത് തുല്യമാണ്. എന്തൊരു മനോഹരമായ വാക്കുകളാണ്. ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുമ്പോൾ ഈ വാക്ക് നോക്കൂ, വേറെ ഏത് വാക്കുകളെക്കാളും പ്രശംസനീയമായ വാക്കാണ്. സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ജീവിക്കുന്നത് തുല്യമെന്ന് ഒരു മനുഷ്യന്റെ മഹത്വം വെളിവാക്കുന്ന വാക്കുകളാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ ഒരു അനുസ്മരണ ചടങ്ങ് ഞാൻ നമ്മളിപ്പോ ഈ പ്രസ് ക്ലബിലാണ് ഈ ഒരു പരിപാടി നടക്കുന്നത്. ഈ പത്രപ്രവർത്തകർ കാര്യമില്ല, അവരൊരു വസ്തുതകളെ നിഷ്പക്ഷമായി നിരീക്ഷിക്കുന്നവരാണ്. അതേപോലെയാണ് സത്യജിത് റായിയുടെ സിനിമകൾ. അത് നമ്മുടെ ജീവിതത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഫ്രെയിമുകളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോ പത്രപ്രവർത്തകർ പറയാറുണ്ട് ഒബ്ജക്ടിവിറ്റി അഥവാ വസ്തുനിഷ്ഠത. അത് നമുക്ക് സത്യജിത് റായിയുടെ സിനിമകളിൽ ഉടനീളം ഓരോ ഫ്രെയിമിലും നമുക്ക് കാണാൻ പറ്റും ഒബ്ജക്ടിവിറ്റി. അത് ഗ്രാമീണ ബംഗാളിന്റെ ദാരിദ്ര്യമാകട്ടെ, അല്ലെങ്കിൽ കൽക്കത്തയുടെ നഗരത്തിന്റെ സമ്പന്ന ജീവിതമാകട്ടെ, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ദർശനം കാണാൻ സാധിക്കും. അത് ഈ നമ്മൾ എപ്പോഴും പറയാറുണ്ട് റിയലിസം എന്നത് സത്യജിത് റായി സംബന്ധിച്ചിടത്തോളം ഒരു ശൈലി ആയിരുന്നില്ല, മറിച്ച് ജീവിതത്തോട് അദ്ദേഹത്തിനുള്ള ഒരു ആഭിമുഖ്യമായിരുന്നു റിയലിസം. അതാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സത്യജിത് റായി സിനിമകൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുക പഥേർ പാഞ്ചാലി മുതലാണ് നമ്മൾ പറയുന്നത്. പഥേർ പാഞ്ചാലിയാണ് നമ്മൾ ഏറ്റവും എടുത്തു കാണിക്കുക. ഒരു ചെറിയ ഒരു കുട്ടിക്കാലത്തൊരു അനുഭവമുണ്ട്. ഒരു 6ാം വയസ്സുകാരനായ ഒരു പയ്യൻ, അവന് സിനിമ എന്ന് പറഞ്ഞാൽ ജീവിതവും ലഹരിയും പോലെയായിരുന്നു. ആ 6ാം വയസ്സുകാരൻ പയ്യൻ ഒരു ദിവസം സ്കൂളില് സമരമായത് കാരണം തിരിച്ചു വരികയാണ്. മടപ്പള്ളി എന്ന ഗ്രാമത്തിൽ അവൻ ഇറങ്ങുമ്പോൾ അവനൊരു പോസ്റ്റർ കാണുകയാണ്. ആർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള. അപ്പം അതിൽ കുറെ സിനിമകളുടെ പേരുണ്ട്. സിനിമ എന്നത് പറഞ്ഞ ലഹരിയാണ്. പത്രങ്ങളിൽ കാണുന്ന സിനിമാ കട്ടിങ്ങുകളും എവിടെ നിന്ന് കിട്ടുന്ന സിനിമയും ഒക്കെ അവൻ ഈ ചലിക്കുന്ന ചിത്രം കണ്ടാൽ മതിയാവും. അപ്പം അവന് സ്കൂളിലല്ലോ, നേരെ കോളേജിലേക്ക് ചലച്ചിത്രമേള കാണാൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പൊ അവൻ കാണുന്നത് കുറെ കുട്ടികൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് കോളേജ് സ്റ്റുഡൻസ് ക്യൂ നിൽക്കുന്നു. അവർ പാസ് കാണിക്കുന്നു, പാസ് പഞ്ച് ചെയ്യുന്നു, കടത്തി വിടുന്നു. അവന്റെ കയ്യിൽ പാസ്സൊന്നുമില്ല. അവൻ അവസാനം വരെ കാത്തിരുന്നു. അവസാനത്തെ ആൾ കയറി കഴിഞ്ഞപ്പോൾ അവൻ ചെന്നു ഓഡിറ്റോറിയത്തിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചോദിച്ചു, പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പാസ് ഇല്ല എന്ന് പറഞ്ഞു. ഒരു താടിക്കാരനായിരുന്നു. ആ താടിക്കാരനാണ് ഇന്നത്തെ മലയാള സിനിമയിലെ വിഖ്യാത സംവിധായകനായ സുവീരൻ. അന്ന് കോളേജിൽ അദ്ദേഹം അഴിയൂർ സുവീരൻ എന്നാണ് അറിയപ്പെടുന്നത്.
പാസ് ഉണ്ടോ എന്ന് ചോദിച്ചു. പാസ് ഇല്ല. പക്ഷെ ആ കുട്ടിയുടെ ദയനീയത കണ്ട് അദ്ദേഹം കടത്തിവിട്ടു. അന്ന് അവൻ കണ്ട സിനിമയുടെ പേര് ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങളായിരുന്നു. അവൻ ഇപ്പോഴും ഓർമ്മയുള്ളത് ചെറിയാച്ചനെ തെങ്ങിന്റെ മണ്ടയിൽ കയറിയ ചെറിയാച്ചനെ മാത്രമാണ്. അതൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ അവന് ചലിക്കുന്ന ചിത്രം കണ്ടാൽ മതി. ആ ആവേശത്തിൽ പിറ്റേന്ന് ശനിയാഴ്ചയാണ്, സ്കൂളില്ല. അവൻ അന്നും ചെല്ലും. അന്ന് ഈ നമ്മുടെ ഈ പറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ കവാടത്തിൽ കാണിക്കാരനല്ലാതെ വേറൊരാളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേപോലെ അവസാനം അവൻ കയറി ചെല്ലുന്നു. അപ്പൊ അയാൾ ചോദിക്കുന്നു, പാസ്സുണ്ടോ? പാസ്സുണ്ടോ? ഇല്ല എന്ന് പറയുന്നു. എങ്കിൽ നിന്റെ ചെവി ഇങ്ങ് കാട്ട് എന്ന് പറഞ്ഞ് അയാൾ ചെവി പിടിച്ചു വലിക്കുന്നു. പഞ്ച് ചെയ്യാൻ നോക്കുന്നു. ഈ പഞ്ചിന്റെ സാധനം ഇങ്ങനെ ചെവിയിൽ അമർത്തി പിടിക്കുന്ന വേദനയാണ്, പുഴയാണ്. അപ്പോൾ ഈ താടിക്കാരൻ ഓടി വരികയും ഇവനെ തള്ളി മാറ്റുകയും ആ കുഞ്ഞിനെ തലോടുകയും ആ കുട്ടിയെ കടത്തിവിടുകയും ചെയ്യുന്നു. അന്ന് അവൻ കണ്ട സിനിമയാണ് പഥേർ പാഞ്ചാലി. ഇന്നും ആ സിനിമ ഓർക്കുമ്പോൾ എനിക്ക് ആ ചെവിയുടെ വേദന ഇപ്പോഴും ഓർമ്മ വരും. എങ്കിലും ആ സിനിമ കാണിച്ച ഒരു വിഷ്വലുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഈ ദാരിദ്ര്യത്തെ ഗ്ലോറിഫൈ ചെയ്തിട്ടല്ല അദ്ദേഹം കാണിച്ചത്. അദ്ദേഹത്തിന്റെ ദൃശ്യഭാഷയിൽ ദാരിദ്ര്യം മനുഷ്യന്റെ അതിജീവനത്തിന്, ദാരിദ്ര്യം അതിജീവിക്കുന്ന മനുഷ്യരെയാണ് അദ്ദേഹം പകർത്തിയത്. ഇന്നും ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ കാണുന്ന ഒരു സിനിമയാണ് പഥേർ പാഞ്ചാലി. അത് നമ്മളൊക്കെ വേറെ പല സിനിമകൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ആ ഒരു സിനിമ കണ്ട ഫ്രെയിമുകൾ ഇപ്പോഴും മനസ്സിൽ നിന്നായില്ല. ഈ നമ്മൾ പറയുന്ന ദൃശ്യഭാഷയിൽ എപ്പോഴും നമ്മൾ പറയും, ദൃശ്യഭാഷയിൽ ഈ പറഞ്ഞ ദാരിദ്ര്യത്തെ പലരും ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കാറുണ്ട്. അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ചെയ്തത്. അദ്ദേഹത്തിന്റെ ദരിദ്ര മനുഷ്യർക്കിടയിലെ മനുഷ്യ സ്നേഹവും അവരുടെ പ്രകൃതിയുമായുള്ള സമരസപ്പെടലുമായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത്. ഈ മലയാള സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, മലയാള സിനിമയില് നമ്മൾ ബംഗാളി സാഹിത്യം മലയാളവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ബംഗാളിലെ എല്ലാ സാഹിത്യകാരന്മാരും മലയാളികൾക്ക് സുപരിചിതമായിരുന്നു. ബംഗാളി സാഹിത്യം അത്രമേൽ നമ്മുടെ മലയാള സാഹിത്യത്തോട്, നമ്മൾ മലയാളികളോട് ഇടപെട്ട് നിന്നിരുന്നു. പക്ഷെ ഇപ്പം മാറി. ഇപ്പൊ നമുക്ക് മലയാള സാഹിത്യകാരന്മാരെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതേപോലെയായിരുന്നു ബംഗാളി സിനിമകൾ ഈ മലയാളത്തിലേക്ക് വരാൻ എനിക്ക് തോന്നുന്നത് കാരണമായിട്ടുള്ളത് സത്യജിത് തന്നെയാണ്. ഈ റായ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദിന്റെയും സിനിമകളിലൊക്കെ റായ് സ്വാധീനം കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാഹിത്യ സൃഷ്ടികൾ സിനിമയാക്കുമ്പോൾ അത് ഐക്യപ്പെട്ടു പോവുക വളരെ അപൂർവമാണ്. അങ്ങനെ ഐക്യപ്പെടാൻ, അല്ലെങ്കിൽ അത് സമരസപ്പെട്ടു പോകാനും അത് അത്രമേൽ തീഷ്ണമായിട്ട് ചിത്രീകരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജൽസാഗറിലെ പ്രതാപവും ചാരുലതയിലെ ഏകാന്തതയും ഒറ്റപ്പെടലും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. ആ സാഹിത്യ സൃഷ്ടികളെ അത്രമേൽ ഭംഗിയായി ഒരാൾ ഒപ്പിയെടുക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും നമ്മള് ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയാറുണ്ട് ബഹുമുഖ പ്രതിഭ. ആ ബഹുമുഖ പ്രതിഭയ്ക്ക് ഉള്ള ഒരു ഉദാഹരണം തന്നെയാണ് അദ്ദേഹം. ഒരേ സമയം നല്ലൊരു ഇലസ്ട്രേറ്റർ ആയിരുന്നു, നല്ലൊരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമകളിലെ ടൈറ്റിൽ വർക്കുകളും സംഗീത സംവിധാനവും ഒക്കെ അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾറൗണ്ടർ ആയിരുന്നു അദ്ദേഹം. ഓൾറൗണ്ടർ ആകുന്ന പ്രതിഭകൾ വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഈ സായാഹ്നത്തിൽ നമുക്ക് ചുരുങ്ങിയ പേരാണെങ്കിലും അത്രമേൽ നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. മനുഷ്യകുലമുള്ള കാലത്തോളം, അതിൽ കണ്ണീരും കിനാവും സിനിമയാകുന്ന കാലത്തോളം സത്യജിത്തായി നമ്മുടെ മനസ്സിലുണ്ടാകും. ഒരു ചിരപ്രതിഷ്ഠിതയായ മനുഷ്യനായിട്ട് മനുഷ്യകുലമുള്ളിടത്തോളം അദ്ദേഹം ഉണ്ടാവുന്നു. ഞാൻ എന്റെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്റെ ഇഷ്ട സംവിധായകൻ ഒരാളാണ് ജയരാജ്. അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുക ദേശാടനം തന്നെയാണ്. പ്രമേയപരമായ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അത്രമേൽ ജീവിതഗന്ധിയായിട്ട്, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സിനിമ എന്നതാണ് ജീവിതം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ദൃശ്യഭാഷയൊരുക്കിയ സംവിധായകൻ. അതേപോലെ ഒരേ സമയം ആ സംവിധാനം തന്നെയാണ് ഫോർ ദ പീപ്പിളിലൂടെ യുവാക്കളെ കവർന്നെടുത്തത്, യുവാക്കളുടെ മനസ്സിലേക്ക് ചേർക്കുകയായിരുന്നു. ഈ രണ്ട് ദ്വൈത സ്വഭാവം ഒരു സംവിധായകന് സാധിക്കുക എന്നത് വലിയ കാര്യമാണ്. വലിയ പ്രതിഭയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പം ജൻസി ജനറേഷൻ അദ്ദേഹം കുറച്ച് സൈലന്റ് ആണ്, എങ്കിലും ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ നൽകുന്ന ഊർജ്ജമുണ്ട്. അതും റായിയെ പോലെയുള്ള വിഖ്യാത പ്രതിഭയുടെ പേരിലുള്ള പുരസ്കാരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യനെ നമ്മൾ ഒരു ദൂരത്ത് നിന്ന് കാണുന്നത് പോലെ സൂര്യനെ ദൂരത്ത് നിന്ന് കണ്ടൊരു മനുഷ്യനായിരുന്നു. കോഴിക്കോട്ടുകാരനായ ഞാൻ ഇദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരുന്നത് പത്രങ്ങളിലൂടെ മാത്രമായിരുന്നു.
ഞാൻ PSC വന്ന് ഇപ്പം 4ാമത്തെ വർഷമാണ്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സൂര്യമേളയിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രംഗഭാഷ്യങ്ങൾ ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ചില അതുല്യ പ്രതിഭകളുണ്ട്, വേണ്ടത്ര രീതിയിൽ പരിഗണന കിട്ടാത്തത്. പകൽ നക്ഷത്രം പോലെയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പകൽ നക്ഷത്രമാണ് അദ്ദേഹം ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ശ്രീ ഷെറിൻ ബ്ലോമിൻ ആദ്യമധ്യായം മുതൽ കാക്ക ഗാഗാ വരെയുള്ള സിനിമകളിലൂടെ നമ്മൾ ചിലർ പറയുന്നുണ്ട്, ചിലർ നേരത്തെ നമ്മുടെ ഡോക്ടർ ഷിറാസ് ഖാൻ സാർ പറഞ്ഞതുപോലെ ചിലർ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോഴും പാരമ്പര്യം തേടി മാത്രമേ പോവുകയുള്ളൂ. പുതുതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും തൻ്റെതായ സ്ഥാനം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ദൂരം നേടാനും ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യാനും ഈ പുരസ്കാരം അദ്ദേഹത്തെ പ്രാപ്തനാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും.